എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സെലീനിയത്തിലെ ഇംപ്ലിസിറ്റ് വെയിറ്റ് എന്ന കൺസെപ്റ്റ് ആണ്. ഇംപ്ലിസിറ്റ് വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വെയിറ്റ് ആണ്. നമ്മൾ സെലീനിയം സ്ക്രിപ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ വെബ് എലമെന്റ്സിനും ആ വെയിറ്റ് ബാധകമായിരിക്കും. ഇനി ഈ ഒരു പർട്ടിക്കുലർ വെയിറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇംപ്ലിസിറ്റ് വെയിറ്റ് യൂസ് ചെയ്യുന്നത് സിങ്ക്രണൈസേഷൻ ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. സിങ്ക്രണൈസേഷൻ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ അജാക്സ് കോള്, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റിനകത്ത് ഒത്തിരി ഇമേജസ് ഉണ്ട്, അത് ഹൈ ക്വാളിറ്റി ഇമേജസ് ആണ്, അത് ലോഡ് ചെയ്യാൻ എടുക്കുന്ന സമയം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം സെലീനിയം നോ സച്ച് എലമെന്റ് എക്സെപ്ഷൻ പോലുള്ള എക്സെപ്ഷൻ കാണിക്കും. അത് മാത്രമല്ല സ്ലോ വെബ്സൈറ്റ് ആണെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂ വരാം. അപ്പം ഇങ്ങനത്തെ ഉള്ള ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇംപ്ലിസിറ്റ് വെയിറ്റ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. സെലീനിയം ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് വെബ് എലമെന്റ്സ് എല്ലാം ലോഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഓട്ടോ വെയിറ്റിംഗ് മെക്കാനിസം സെലീനിയത്തിനകത്തില്ല. അപ്പൊ അങ്ങനെ ഒരു വെയിറ്റിംഗ് മെക്കാനിസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് ലോഡ് ആയി കഴിഞ്ഞാൽ എല്ലാ വെബ് എലമെന്റ്സ് ലോഡ് ആകുന്നതിന് മുമ്പേ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റിലെ എലമെന്റ്സിൽ ആക്ഷൻസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ക്ലിക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ടൈപ്പ് അങ്ങനെയുള്ള ആക്ഷൻസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എലമെന്റ് ഡോമിൽ ഡിസ്പ്ലേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സെലീനിയം നോ സച്ച് എലമെന്റ് എക്സെപ്ഷൻ ത്രോ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള എക്സെപ്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇംപ്ലിസിറ്റ് വെയിറ്റ് എന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോവാം. ഇനി ഞാൻ com.test എന്ന പാക്കേജിനകത്ത് ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ജാവ ക്ലാസ്സിന് പേര് ഞാൻ ഇംപ്ലിസിറ്റ് വെയിറ്റ് എന്ന് കൊടുക്കുവാണ്. മെയിൻ മെത്തേഡ് സെലക്ട് ചെയ്ത് ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ ബ്രൗസറിൽ ലോഞ്ച് ചെയ്യാനുള്ള കോഡും അതുപോലെ ടെസ്റ്റ് URL-ലും വിൻഡോ മാക്സിമൈസ് ചെയ്യാനുള്ള കോഡും ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. അത് ഞാൻ വേറെ ഒരു ഫയലിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാ. നമ്മുടെ ടെസ്റ്റ് URL ചെറിയ ചേഞ്ച് വരുത്തുന്നതായിട്ടുണ്ട്. ഞാൻ ഈ യൂസ് കേസ് കാണിക്കാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് എടുക്കാൻ പോവാണ്. ഈ വെബ്സൈറ്റിന്റെ URL ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. ഇതില് ഡൈനാമിക് ലോഡിംഗ് എന്ന് പറയുന്ന ലിങ്ക് ഉണ്ട്. ഈ ലിങ്ക് ഓപ്പൺ ആയ ശേഷം എക്സാമ്പിൾ 2 എലമെന്റ് റെൻഡേർഡ് ആഫ്റ്റർ ദ ഫാക്ട് എന്നുള്ള ലിങ്കെ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ഈ സ്റ്റാർട്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലോഡർ വരും. ആ ലോഡർ 5-6 സെക്കൻഡ് കഴിഞ്ഞ് മാത്രമാണ് ലോഡിങ് നിൽക്കുന്നത്. അതിനുശേഷം ഹലോ വേൾഡ് എന്നുള്ള ടെക്സ്റ്റ് വരും. അപ്പോൾ ഈ ഹലോ വേൾഡ് എന്നുള്ള ടെക്സ്റ്റ് നമ്മൾ കൺസോളിൽ പ്രിന്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. ഞാനപ്പോൾ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതാൻ പോവാണ്. ഇതാണ് ഡയറക്റ്റ് ലിങ്ക്. ഈ ലിങ്ക് ഞാൻ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുവാണ്. അതിനുശേഷം സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ എഴുതും. ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ്. നമുക്ക് അതിന്റെ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ടെക്സ്റ്റ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ. വൺ ഓഫ് വൺ ആയിട്ട് കാണിക്കുന്നുണ്ട്, അതായത് യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് ഈ എക്സ് പാത്ത് നമ്മുടെ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. y ഡോട്ട് എക്സ് പാത്ത്
ഡബിൾ കോട്ട്സിനുള്ളിൽ എക്സ്പാത്തിൻ്റെ വാല്യൂ പാസ് ചെയ്യുക. അതിനുശേഷം ക്ലിക്ക് ചെയ്യുക. ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞുള്ള ലോഡർ കഴിഞ്ഞ് ഡിസ്പ്ലേ ആകുന്ന ഹലോ വേൾഡ് എന്ന ടെക്സ്റ്റ് നമുക്ക് കൺസോളിൽ പ്രിന്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ഈ ഹലോ വേൾഡ് എന്ന വെബ് എലമെന്റിന്റെ ലൊക്കേറ്റർ എഴുതാൻ പോവാണ്. ഇൻസ്പെക്ട് ചെയ്യുന്നു. അതൊരു H4 ടാഗിനകത്താണ്. അപ്പം ബട്ടൺ എന്നുള്ളത് മാറ്റി നമുക്ക് H4 എന്നാക്കാം. ടെക്സ്റ്റിന്റെ വാല്യൂം ചേഞ്ച് ചെയ്യണം. വൺ ഓഫ് വൺ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പാത്ത് കോപ്പി ചെയ്യാം. അതിനുശേഷം ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് എക്സ്പാത്ത് ഡബിൾ കോട്ട്സിനുള്ളിൽ കോപ്പി ചെയ്ത എക്സ്പാത്തിന്റെ വാല്യൂ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഗെറ്റ് എക്സ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യാം. ഇതിന്റെ വാല്യൂ നമുക്കൊരു സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്യാം. സ്ട്രിങ് ടെക്സ്റ്റ് വാല്യൂ ഈക്വൽ ടു, അതിനുശേഷം ആ ടെക്സ്റ്റ് വാല്യൂ നമുക്ക് കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കാം. ടെക്സ്റ്റ് വാല്യൂ ഈസ് നമുക്കിനി ഈ സ്ക്രിപ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം കറക്റ്റ് ആയിട്ട് വർക്ക് ആകുന്നുണ്ടോന്ന്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. എക്സിക്യൂഷൻ സ്റ്റാർട്ടായി. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ലോഡർ വന്നു. ഇനി നമുക്ക് ടെസ്റ്റ് കേസ് പാസ്സായോ ഇല്ലയോ നമുക്ക് നോക്കാം. ഒരു ഫെയിലർ വന്നിട്ടുണ്ട്. നോ സച്ച് എലമെന്റ് എന്ന എക്സെപ്ഷൻ വന്നു. ഇത് വരാനുള്ള കാരണം ഈ ഹലോ വേൾഡ് എന്നുള്ള ടെക്സ്റ്റ് വരുന്നത് ഒരു ലോഡർ വന്നതിന് ശേഷമാണ്. സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ലോഡർ ഒരു 5-6 സെക്കൻഡ് നേരത്തേക്ക് ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം മാത്രമാണ് ഹലോ വേൾഡ് എന്നുള്ള ടെക്സ്റ്റ് വരുന്നത്. പക്ഷെ സെലീനിയത്തെ സംബന്ധിച്ചോളം ആ ലോഡർ തീരുന്നവരെ സെലീനിയം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയില്ല. ഉടനെ തന്നെ ഹലോ വേൾഡ് എന്ന വെബ് എലമെന്റ് ടെക്സ്റ്റ് കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കാൻ നോക്കും. അങ്ങനെ പ്രിന്റ് ചെയ്യിക്കാൻ നോക്കുമ്പോൾ ഹലോ വേൾഡ് എന്നുള്ള ടെക്സ്റ്റ് ഡോമിൽ ഓൾറെഡി ലോഡായിട്ട് കാണുകയില്ല. ആ ലോഡർ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഹലോ വേൾഡ് എന്നുള്ള ആ ടെക്സ്റ്റ് ഡോമിൽ ലോഡ് ആവുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഇംപ്ലിസിറ്റ് വെയിറ്റ് യൂസ് ചെയ്ത് നോ സച്ച് എലമെന്റ് എക്സെപ്ഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇംപ്ലിസിറ്റ് വെയിറ്റ് യൂസ് ചെയ്യുന്നത് നോക്കാം. ക്രോം ഡ്രൈവറിന്റെ ഇൻസ്റ്റൻസ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഡ്രൈവർ ഡോട്ട് മാനേജ് എന്നൊരു മെത്തേഡ് ഉണ്ട്. അതിനുശേഷം ടൈം ഔട്ട് എന്നൊരു മെത്തേഡ് ഉണ്ട്. ഡോട്ട് ഇംപ്ലിസിറ്റ് വെയിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷെ മെത്തേഡ് ശരിക്കും ഇംപ്ലിസിറ്റ്ലി വെയിറ്റ് ആണ്. ആ വെയിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡ്യൂറേഷൻ, എത്ര സെക്കൻഡ് നേരത്തേക്ക് അല്ലെങ്കിൽ എത്ര മിനിറ്റ് നേരത്തേക്ക് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഡ്യൂറേഷൻ ഡോട്ട് ഓഫ് സെക്കൻഡ്സ് ഉണ്ട്, ഹവേഴ്സ് ഉണ്ട്, മില്ലീസ് ഉണ്ട്, മിനിറ്റ്സ് ഉണ്ട്. ഞാൻ സെക്കൻഡ്സ് ആണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ 15 സെക്കൻഡ്സ് ചൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 15 സെക്കൻഡ് കൊടുത്തെങ്കിലും 15 സെക്കൻഡ് വരെ സ്ക്രിപ്റ്റ് ആ ഗെറ്റ് ടെക്സ്റ്റ് ചെയ്യേണ്ട ആ പർട്ടിക്കുലർ വെബ് എലമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. 5th സെക്കൻഡിൽ തന്നെ ആ പർട്ടിക്കുലർ ടെക്സ്റ്റ് വെബ് പേജ് ലോഡ് ആയെങ്കിൽ ഉടനെ അതിൽ ആക്ഷൻ ചെയ്യും. 15 സെക്കൻഡ് എന്നുള്ള മാക്സിമം ടൈമാണ്. 15 സെക്കൻഡിന് ശേഷം ആ പർട്ടിക്കുലർ വെബ് എലമെന്റ് ഡിസ്പ്ലേ ആയില്ലെങ്കിൽ മാത്രമേ നോ സച്ച് എലമെന്റ് എക്സെപ്ഷൻ ത്രോ ചെയ്യുള്ളൂ.
അതിന് മുമ്പ് ലോഡ് ആയി കഴിഞ്ഞാൽ എപ്പോൾ ലോഡ് ആകുന്നോ അവിടെ വെച്ച് ആ പർട്ടിക്കുലർ വെബ് എലമെന്റിൽ ആക്ഷൻ ചെയ്യും. അതാണ് ഇംപ്ലിസിറ്റ് വെയിറ്റിന്റെ അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് ഈ സ്ക്രിപ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇത്തവണ കൺസോളിൽ ടെക്സ്റ്റ് വാല്യൂ ഈസ് ഹലോ വേർഡ് എന്നുള്ളത് വന്നു. ഇത് വരാനുള്ള കാരണം നമ്മളിവിടെ ഇംപ്ലിസിറ്റ്ലി വെയിറ്റ് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇംപ്ലിസിറ്റ് വെയിറ്റ് കൊടുക്കുമ്പോൾ സെലീനിയം നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന സെക്കൻഡ്സ് മാക്സിമം അത്ര സെക്കൻഡ്സ് വരെ വെയിറ്റ് ചെയ്യും. അതിനു മുമ്പ് തന്നെ ആ പർട്ടിക്കുലർ എലമെന്റ് ഡോമിൽ ലോഡ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ ആക്ഷൻ ചെയ്യും. അതായത് 15 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യില്ല. എപ്പോൾ ലോഡ് ആകുന്ന അവിടെ വെച്ച് തന്നെ ആക്ഷൻ ചെയ്യും. അതിനുശേഷം അടുത്ത ലൈനിലേക്ക് പോകും. അങ്ങനെയാണ് സെലീനിയം ഇംപ്ലിസിറ്റ്ലി വെയിറ്റ് കോഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.